ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഉള്ളൊരു സ്പെഷ്യൽ വണ്ണാണ് കേട്ടോ. എന്നുവെച്ചാൽ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. നിങ്ങൾക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ല ഫുഡും ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യണം കേട്ടോ. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ റെഡ് മീറ്റ് മാത്രമല്ല, പോർക്ക്, അതുപോലെ ആട്, ഇതിലെല്ലാത്തിലും ഹൈ കൊളസ്ട്രോൾ ആണുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം ആ ഒരു ഐറ്റം റെഡ് മീറ്റ്, പോർക്ക്, അതുപോലെ തന്നെ പിന്നെ ആട് കേട്ടോ, ഇത്രയും ആ മീറ്റ് ഐറ്റംസിൽ നിങ്ങൾ വേണ്ടാന്ന് വെക്കണം. അതിന് പകരം നമുക്ക് ചിക്കൻ കഴിക്കാം, ഫിഷ് കഴിക്കാം, ഇതെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടത് ബട്ടറാണ്. മിക്കവാറും ഇപ്പോൾ പുതിയ പുതിയ പാചകങ്ങളിലെല്ലാം നമ്മൾ ഈ ബട്ടർ തൂവണ ഒരു പരിപാടി ഉണ്ടല്ലോ. മിക്കവാറും പുതിയ ഓവനിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിലെല്ലാത്തിലും ബട്ടർ അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടർ ഹൈ കൊളസ്ട്രോളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹൈ കൊളസ്ട്രോൾ ഉള്ളവർ ഇത് അവോയ്ഡ് ചെയ്യണം. ബട്ടറിന് പകരം നമുക്ക് ഒലിവ് ഓയിൽ, അതുപോലെ തൂവാൻ പാകത്തിന് ഒലിവ് ഓയിൽ എടുക്കാം കേട്ടോ. ഇതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് പ്രോസസ്ഡ് മീറ്റ് ഫുഡാണ്. പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ഈ പിന്നെ പോർക്ക്, അതുപോലെ ആട്, പിന്നെ റെഡ് മീറ്റൊക്കെ നമുക്ക് പ്രോസസ്ഡ് ചെയ്തിട്ട് കിട്ടും. നമ്മൾ ടിൻ ഫുഡ് എന്ന് പറയുമല്ലോ. അപ്പോൾ ഇതിലാണെങ്കിൽ സോഡിയവും കൂടുതലാണ്, ഫാറ്റും കൂടുതലാണ്. അതുപോലെ ഈ സോസേജ് പോലെയുള്ളതിലൊക്കെ നിറയെ സോഡിയവും, ഹൈ ഫാറ്റും, ഹൈ കൊളസ്ട്രോളൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ടിൻ ഫുഡ് അവോയ്ഡ് ചെയ്യണം. അതേസമയം ടൂണ, സാൽമൺ എന്നൊക്കെ പറഞ്ഞുള്ള ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമല്ലോ, ടോഫു, ഇതൊക്കെ നമുക്ക് കഴിക്കാം. അതിനകത്തൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ കഴിക്കുന്നവർ പ്രത്യേകിച്ച് ഈ ടിൻ ഫുഡൊക്കെ കഴിക്കുന്നത് പുറത്തുള്ളവരാണ്. നമ്മുടെ കേരളത്തിലുള്ളവർ വളരെ അപൂർവമായിട്ടാണ് കഴിക്കാറുള്ളൂ. അപ്പോൾ ഈ പുറത്തുള്ളവർ, കേരളത്തിന് അതായത് ഇന്ത്യക്ക് പുറത്തുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കഴിക്കണം കേട്ടോ. അതാണ് എനിക്ക് മൂന്നാമത് പറയാനുള്ളത്. നാലാമതായിട്ട് ചീസാണ്. ഈ ചീസും നമ്മൾ മിക്കവാറും എല്ലാത്തിലും ബ്രെഡ് കഴിക്കുമ്പോഴും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ചീസ് എടുക്കുന്നുണ്ട്. ചീസ് കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ എങ്കിൽ അത് നമ്മൾ ലോ ഫാറ്റ് പാല് വെച്ച് ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് ഉറപ്പ് വേണം. ഹോൾ മിൽക്ക് വേണ്ട. ലോ ഫാറ്റ് പാല് വെച്ച് ഉണ്ടാക്കിയ ചീസൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ, അതിന് കുഴപ്പമില്ല. അപ്പോൾ ചീസ് തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളതൊക്കെ വായിച്ച് ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബേക്ക്ഡ് ഫുഡാണ്. ബേക്ക്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ ഞാൻ വേറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ് ഫാറ്റൊക്കെ കൂടുതലാണ്, അതുപോലെ ഫാറ്റ് കൂടുതലാണ്, പിന്നെ കളറ്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് അതിനകത്തൊക്കെ ഉള്ളത്. അതുപോലെ കേക്ക്, ഈ ഡോൾനെറ്റ് എന്നൊക്കെ പറഞ്ഞിപ്പോൾ പ്രചാരത്തിൽ ഒത്തിരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. കേക്ക് ഐറ്റംസ്, അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ എല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യണതാണ് നല്ലത്. ഇതെല്ലാം നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂട്ടുന്ന അതിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബേക്കിംഗ് ഫുഡ് ഇത് കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് അതും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അതിന് പകരം നമുക്കിപ്പോൾ സ്നാക്സ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്താ കഴിക്കാം? നമുക്ക് ധാരാളമായിട്ട് ഫ്രൂട്ട്സും കഴിക്കാം. അതുപോലെ ഇപ്പോൾ ഇങ്ങനെ കറുമുറു തിന്നണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കപ്പലണ്ടി വറുത്ത് കഴിക്കാം. അതുപോലെ കടല, ചെന നമുക്ക് വറുത്ത് കഴിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ അവല് നനച്ച് കഴിക്കാം. അപ്പോൾ ഇതൊക്കെ അതിന് നമുക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന സ്നാക്സ് ആണ് കേട്ടോ. കേക്കും മറ്റുള്ള സാധനങ്ങളും ഒക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് ഫ്രൂട്ട്സും അതുപോലെ നട്ട്സ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതാണ്. ഇനി അടുത്ത ഒരെണ്ണമുണ്ട്, ഫ്രൈഡ് ഫുഡാണ്. ഫ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് ഫ്രൈ. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കില്ലേ, ചിക്കനാണെങ്കിലും മീൻ വറുത്തതാണെങ്കിലും, ഇപ്പോൾ കട്ട്ലേറ്റ്, അതുപോലെ ബജ്ജി, പിന്നെ നമ്മൾ വറ്റൽ, കൊണ്ടാട്ടം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ നിറയെ അതിപ്പോൾ എണ്ണയാണ്. എണ്ണ തിളച്ച് ട്രാൻസ് ഫാറ്റ് ആവും. അതുപോലെ കൂടുതലായിട്ട് പിന്നെ കൊളസ്ട്രോളൊക്കെ വരുന്നതിന് ഒത്തിരി സാധ്യതയുള്ളതാണ് ഈ ബജ്ജി, വറ്റൽ, മീൻ വറുത്തത്, ചിക്കൻ വറുത്തത്, ഡീപ്പായിട്ട് എണ്ണയിലിട്ട് വറക്കണത് എല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
പിന്നെ ഇപ്പോൾ ആൾക്കാർ വിചാരിക്കണം പിന്നെ എന്താ ഞങ്ങൾ കഴിക്കണേന്ന്, അത് ഞാൻ താഴെ പറയാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഫാസ്റ്റ് ഫുഡാണ്. ഫാസ്റ്റ് ഫുഡെന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മൾ വാങ്ങുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അതും നമുക്ക് ഈ കൊളസ്ട്രോൾ കൂടുന്നതിനും BP കൂടുന്നതിനും അതുപോലെ നമ്മുടെ ശരീരത്തിലെ നീർവീക്കങ്ങളെല്ലാം കൂടും ഈ ഫാസ്റ്റ് ഫുഡ് റെഗുലറായിട്ട് കഴിച്ചാൽ കേട്ടോ. അപ്പോൾ അതും അവോയ്ഡ് ചെയ്യണം. പിന്നെ ഉള്ളത് ഷുഗറി ഡെസേർട്ടാണ്. അപ്പോൾ നമ്മളൊരു കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ പ്രായമുള്ളവരൊക്കെ നന്നായിട്ടിരുന്ന് കഴിക്കണ കാണാം. ഐസ്ക്രീമോ അതുപോലെ ഇങ്ങനെ മിൽക്ക് ക്രീമോ ഒക്കെ ഇട്ട് ഒത്തിരി ഡെസേർട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാണ് നല്ലത്. നിറയെ അൺഹെൽത്തി ഫാറ്റാന്ന് പറയാം അതിനകത്ത്. അതുപോലെ കലോറിയും കൂടുതലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ ഷുഗറി ഡെസേർട്ട് ഒഴിവാക്കണം. അതിന് പകരം നമുക്ക് ഫ്രൂട്ട് സാലഡൊക്കെ കഴിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ പിന്നെ ഐസ്ക്രീമിൻ്റെ കൂട്ടത്തിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് തരുമല്ലോ കല്യാണങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ മതി, ഐസ്ക്രീം അവോയ്ഡ് ചെയ്യുക. അങ്ങനെ നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. തീർത്തും അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങളാണ്. ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് നിങ്ങളിത് LDL കൊളസ്ട്രോൾ ഉള്ളവർ അവോയ്ഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ധാരാളം എന്തൊക്കെ കഴിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കാം, അതുപോലെ തന്നെ വെജിറ്റബിൾ കഴിക്കാം. പിന്നെ നമുക്ക് പിന്നെ ഗ്രെയിൻസിനാണെങ്കിൽ ബ്രൗൺ റൈസ്, അതുപോലെ ബാർലി, ഓട്സ്, മില്ലറ്റ്സ് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ മില്ലറ്റ്സ് ഒരു നേരം കഴിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ മില്ലറ്റ്സ് കഴിക്കാം. പിന്നെ നമുക്ക് നട്ട്സ്, അതുപോലെ ചിക്കൻ, സീഡ്സ്, എല്ലാ തരത്തിലുള്ള സീഡ്സും, കടൽ മത്സ്യമൊക്കെ ധാരാളം കഴിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള പിന്നെ ഇലക്കറികൾ കേട്ടോ, ഇലക്കറികളൊക്കെ കഴിച്ച് ചുരുക്കം പറയുകയാണെങ്കിൽ ഫാറ്റും അതുപോലെ അൺഹെൽത്തി ഫാറ്റ് എന്ന് പറയാം, അതും ഹൈ കലോറി അതുപോലെ തന്നെ എണ്ണമയം ഉള്ളതൊക്കെ അവോയ്ഡ് ചെയ്യണം. അതാണ് നമ്മൾ വേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഐറ്റംസ് നമ്മുടെ ഫുഡിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ എഗ്ഗ് കഴിക്കാം കേട്ടോ. എല്ലാവർക്കും സംശയമാണ് എഗ്ഗ് കഴിക്കാവോ എന്ന്. എഗ്ഗ് ഹൈ കൊളസ്ട്രോളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മഞ്ഞ മാറ്റിയിട്ട് വെള്ള മാത്രം കഴിക്കാം. എല്ലാ ദിവസവും 2 or 3 മുട്ടയുടെ വെള്ള കഴിക്കാം. അതല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഒരു ഫുൾ എഗ്ഗ് കഴിക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. നല്ല പ്രോട്ടീൻ്റെ നമ്മുടെ ഡെഫിഷ്യൻസിയൊക്കെ എഗ്ഗൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പം എൻ്റെ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയല്ലോ അല്ലേ? കൊളസ്ട്രോൾ അപ്പോൾ ഒത്തിരി നാൾ കൊണ്ട് ആൾക്കാർ ചോദിക്കണതാണ് കൊളസ്ട്രോളിനൊക്കെ ഇങ്ങനെയുള്ള ഡയറ്റ് പറയണമെന്നേ. അപ്പോൾ ഒത്തിരി വൈകിപ്പോയി എങ്കിലും എന്നെ കാണുന്നവരൊക്കെ ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.